ഒരിക്കലും ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നത് നിർത്തുന്നില്ല. റീസെൻ്റ് ആയിട്ട് അവർ നമ്മുടെ GT എഡിഷൻ്റെ അണ്ടറിൽ 2 ഫോൺസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. Realme GTയും Realme GT Master Editionനും. Realme GTയിൽ അവർ സ്നാപ്ഡ്രാഗൺ 888 ആണ് കൊടുത്തിരിക്കുന്നത്. GT Master Editionൽ വന്നിട്ട് നമുക്ക് 778G ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചിപ്സെറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫോണിൻ്റെ ബാക്ക് സൈഡ് ഡിസൈൻ വന്നിട്ട് ഭയങ്കര യൂണീക്കായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പ്രൈസ് വന്നിട്ട് നമ്മൾ X7 Maxന് സിമിലർ ആയിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ Realme GT Master Editionൻ്റെ അൺബോക്സിങ്ങും ഓവർവ്യൂ ആണ്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. എൻ്റെ പേര് സുമി, ബിഹൈൻഡ് ദ ക്യാമറ നമുക്ക് കാർത്തികാണുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ Realme GT Master Editionൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് അവർ കുറച്ച് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ഇതിൽ സ്നാപ്ഡ്രാഗൺ 778G ആണ് വരുന്നത്, 120 Hz AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജറാണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ ഈ ഫോൺ നമ്മൾക്ക് 8 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് അത് വളരെ നല്ലൊരു നമ്പറാണ്. ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 25,999 ആണ്. പക്ഷേ ഇതിൻ്റെ ബേസ് വെർഷൻ ഇപ്പോൾ എവിടെയും അവൈലബിൾ അല്ല. സോ നമ്മളുടെ 8GB 128GB വെർഷനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് 27,999 ആണ് വരുന്നത്. 8GB 256GB വെർഷന് 29,999 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫോൺ തന്നെയാണ്. ഫോൺ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. അതിനുശേഷം നമുക്ക് വരുന്നത് നമ്മുടെ ഫോൺ കേസാണ്. നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ സെയിം ഡിസൈൻ തന്നെയാണ് അവർ കേസിനും കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഒരു റബ്ബർ കേസാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ USB Type-C കേബിളാണ്. അതിനുശേഷം നമുക്ക് 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോണിൻ്റെ ബാക്ക് സൈഡിലെ ഡിസൈൻ എന്ന് പറയുന്നത് ഭയങ്കര യുണീക്കാണ്. നമുക്കൊരു സ്യൂട്ട് കേസിനെ പോലെയൊക്കെയാണ് കാണാനുള്ളത്. അതെ, ഈ ഡിസൈനിന് ഒരു സ്യൂട്ട് കേസ് ഡിസൈൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നവോട്ടോ ഫുക്കസാവ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. പക്ഷേ ഈ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര യുണീക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലെ മെറ്റീരിയൽ അവർ ചെയ്തിരിക്കുന്നത് വീഗൻ ലെതർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ്. അത് ഭയങ്കര നമുക്ക് സോഫ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ടെക്സ്ചറൊക്കെ. അതുപോലെ തന്നെ ഭയങ്കര ഫേം ആയിട്ടുള്ളൊരു ഗ്രിപ്പാണ് ഫോൺ തരുന്നത്. സൈഡ്സ് നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ റിയൽമി എവിടെയും അത് മെൻഷൻ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടിയ പീസിൽ ഒരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മളുടെ ഈ ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രെയിമും ടച്ച് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ചെറുതായിട്ടൊരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. സോ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് റിട്ടേൺ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 10 days മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വോളിയം റോക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിം ട്രേ വരുന്നുണ്ട്. നമുക്ക് SD കാർഡ് സ്ലോട്ടിനുള്ള ഓപ്ഷൻ ഇല്ല. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്റ്റോറേജ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ 256GB വെർഷൻ അവൈലബിൾ ആണ്, അതെടുക്കാം. ടോപ്പ് സൈഡിൽ നമുക്കൊരു മൈക്ക് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ വരുന്നുണ്ട്. ബോട്ടം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3.5mm ജാക്ക് വരുന്നുണ്ട്, മൈക്ക് വരുന്നുണ്ട്, USB Type-C പോർട്ട് വരുന്നുണ്ട്, സ്പീക്കർ വരുന്നുണ്ട്. ഇനി എനിക്ക് 2 കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ 3.5mm ജാക്ക് വരുന്നുണ്ട്. റിയൽമീൻ്റെ മിക്കവാറും എല്ലാ ഫോൺസിലും അവർ 3.5mm ജാക്ക് കൊടുക്കാറുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല. ഈവൻ നമ്മുടെ Realme X7 Maxൽ വരെ അവർ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മേ ബി ഇതിൻ്റെ ആ ഒരു സ്യൂട്ട് കേസ് ഡിസൈനും അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 778Gയും എല്ലാം കാരണമായിരിക്കും അവരത് കൊടുക്കാതിരുന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കിനി നമ്മുടെ ഫോണൊന്ന് ഓൺ ചെയ്തിട്ട് അതിനെ സെറ്റപ്പ് ചെയ്യാം. ഞാനപ്പോൾ ഫോണ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ബെഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 778Gനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ ഫോണൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഫോൺ നോക്കുന്ന സമയത്ത് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ബ്ലോട്ട്വെയർസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റിയൽമി ഫോൺ കിട്ടുകയാണ് കയ്യിൽ എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിലെ പല ആപ്സും നിങ്ങളുടെ ഭാവിയിൽ ഒരുപാട് ഉപദ്രവിക്കും. അതായത് ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ബ്രൗസർ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിൻ്റെ ആപ്പ് ഇൻഫോയിലേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല. സോ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ് നോട്ടിഫിക്കേഷൻസിൽ പോയിട്ട് അതിനെ ഡിസേബിൾ ചെയ്തിടുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് മനസ്സമാധാനം തരുന്നതായിരിക്കും. ചില ആപ്സൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തിടാം. അതല്ലാത്ത നമ്മുടെ ഹോട്ട് ആപ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്തിടാം. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽമീൻ്റെ UI എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്, ഭയങ്കര റെസ്പോൺസീവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇടയിൽ ഇങ്ങനെ സ്ട്രക്ക് ആവുന്ന ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല.
അപ്പോൾ നമ്മൾ ഇനി ഫോണിൻ്റെ സോഫ്റ്റ്വെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ റിയൽമി UI വെർഷൻ 2.0 വിത്ത് ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. ഇനി നിങ്ങൾ ആ റാം പാർട്ട് ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5GB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെർച്വൽ റാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന എല്ലാ ഫോൺസിലും ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേ വന്നിട്ട് 6.43 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിൽ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഡിസ്പ്ലേയും നമുക്ക് നന്നായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റിയൽമി X7 മാക്സിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം ഡിസ്പ്ലേ പാനലാണ് ഇവരിതിലും യൂസ് ചെയ്യുന്നത്. നമുക്കിതിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. നമുക്കൊന്ന് കേട്ട് നോക്കാം. സ്പീക്കർ ലൗഡാണ്, പക്ഷേ സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ക്വാളിറ്റി വരുന്നില്ല. കാരണം ഇതിൻ്റെ സെയിം പ്രൈസ് റേഞ്ചിൽ നമുക്ക് ബാക്കി ഫോൺസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് അത്രത്തോളം എത്തുന്നില്ല. ഈ ഫോണിൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അത് ഫാസ്റ്റും റിലയബിളും ആയിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇനി ചിപ്സെറ്റിൻ്റെ കേസ് നോക്കാം. ഇതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 778G ചിപ്സെറ്റാണ് വരുന്നത്. അതൊരു പുതിയ ചിപ്സെറ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബെഞ്ച് മാർക്കും കാര്യങ്ങളെല്ലാം റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗീക്ക് ബെഞ്ച് 5ൻ്റെ സ്കോർ എന്ന് പറയുന്നത് നമ്മുടെ ഓൾമോസ്റ്റ് ഡയമൻസിറ്റി 1200 ഈക്വലൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ X3 പ്രോയിലുണ്ടായിരുന്ന സ്നാപ്ഡ്രാഗൺ 860നേക്കാളും കുറച്ച് കൂടുതലായിട്ടുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സ്കോർ എന്ന് പറയുന്നത് 5.3 lakhs ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഡയമൻസിറ്റി 1200 കമ്പയർ ചെയ്യുന്ന സമയത്ത് 20% ലോ ആണ്. പക്ഷേ നമ്മുടെ ഡയമൻസിറ്റി 1200 നല്ലൊരു GPU വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ആ സ്കോർ കിട്ടുന്നത്. ഇനി നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഓർത്ത് വെക്കാനുള്ളത്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ സ്നാപ്ഡ്രാഗൺ 778G എന്ന് പറയുന്നത് നമ്മുടെ 6mm ടെക്നോളജിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ബാറ്ററി പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചിപ്സെറ്റിൻ്റെ ഹീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ നോർമലി ഒരു ഫോൺ ഫസ്റ്റ് ടൈം സെറ്റപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഫോൺ വല്ലാതെ അങ്ങ് ഹീറ്റാവും. പക്ഷേ ഈ ഫോൺ എനിക്ക് ഹീറ്റ് ആയതേ ഉണ്ടായിരുന്നില്ല. ഈവൻ നമ്മളുടെ ബെഞ്ച് മാർക്ക് എല്ലാം റൺ ചെയ്തതിന് ശേഷം ഫോൺ ഹീറ്റായിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു ചൂട് നമുക്ക് ക്യാമറേൻ്റെ ഏരിയയിൽ മാത്രമാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ ഓർത്തേക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ നമുക്ക് സ്റ്റോറേജ് സ്പീഡ് എന്ന് പറയുന്നത് UFS 2.2 ആണ്. അതും നമുക്കൊരു ഡീഗ്രഡേഷനാണ് X7 മാക്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. കാരണം X7 മാക്സിൽ നമുക്ക് UFS 3.1 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മൾക്ക് ഈ ഫോണിൻ്റെ 2 വെർഷൻസാണ് വരുന്നത്. ഒരെണ്ണം വീഗൻ ലെതർ വരുന്നതും ഒരെണ്ണം പ്ലാസ്റ്റിക് ബാക്ക് വരുന്നതും. അപ്പോൾ നമ്മൾ വീഗൻ ലെതർ വരുന്ന ഫോൺ എന്ന് പറയുന്നത് 180 grams ആണ് വെയിറ്റ് വരുന്നത്. അതേസമയം പ്ലാസ്റ്റിക് ബാക്ക് വരുന്ന ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലൈറ്ററാണ്, 176 grams ആണ് നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ വീഗൻ ലെതർ വരുന്ന ഫോണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 8.7 mm ആണ്. പക്ഷേ പ്ലാസ്റ്റിക് വരുന്നതിൻ്റെ നമുക്ക് 8 mm മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ വീഗൻ ലെതർ വരുന്നത് കാരണം തന്നെ നമ്മളുടെ ക്യാമറ ഹമ്പ് എന്ന് പറയുന്നത് അത്ര നമുക്ക് അറിയുന്നില്ല. ഈവൻ നമ്മുടെ ഫ്ലോറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളകുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇനി നിങ്ങളൊരു കേസും കൂടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങ് ഹൈഡായി പോയിക്കോളും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 64 MP മെയിൻ ക്യാമറ, 8 MP അൾട്രാ വൈഡ്, 2 MP മാക്രോ ക്യാമറയാണ് ഇതിൽ വരുന്നത്. നമ്മൾ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. അത് 32 MP ക്യാമറയാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ക്യാമറ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രൈവസി പെർമിഷൻസ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം മെസ്സേജ് ആൻഡ് കോൾ പെർമിഷൻസ് അവർ ചോദിക്കുന്നുണ്ട്. അതെന്തിനാണ് ആ പെർമിഷൻസ് ചോദിക്കുന്നത്, അതെന്തിനാണ് റിക്വയർഡ് ആയിട്ട് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാനത് ഡിനേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ക്യാമറ ആപ്പ് യൂസ് ചെയ്യാൻ തന്നെ പറ്റത്തില്ല. ഈ സെയിം സിറ്റുവേഷനായിരുന്നു നമ്മൾ OnePlus Nord 2ലും കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി റിയൽമിൻ്റെ ക്യാമറ ആപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും പോലെ തന്നെ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. അപ്പോൾ നമ്മൾ മെയിൻ ക്യാമറ സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസും ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ X7 മാക്സിലുള്ള സെയിം പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഇതിലും കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ക്യാമറ സാമ്പിൾസ് എന്ന് പറയുന്നത്. അൾട്രാ വൈഡിൻ്റെ ഡേ ലൈറ്റ് ഷോട്ട്സ് നമ്മൾക്ക് ഫസ്റ്റ് ഇംപ്രഷൻ അത്ര നല്ലതല്ല. നമുക്ക് അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അൾട്രാ വൈഡ് ഡേ ലൈറ്റ് ഷോട്ട്സ്.
നമുക്ക് ഇനി നമ്മൾ ഇൻഡോർ ഷോട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ലൈറ്റിൽ നമുക്ക് ക്വാളിറ്റി കുറച്ച് കുറവാണ്, പക്ഷേ ഇമേജസ് നന്നായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇൻഡോർ ഷോട്ട്സ് നോക്കിയാൽ മനസ്സിലാവും. ഇനി നമ്മൾ നൈറ്റ് മോഡ് എനേബിൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈവൻ ഡാർക്കർ ആയിട്ടുള്ള ഒരു പ്ലേസിലാണെങ്കിൽ പോലും കുറച്ചുകൂടെ ബ്രൈറ്റും കുറച്ചുകൂടെ ഡീറ്റെയിൽസും നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. നല്ല ഇമേജസ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഫോണിൽ നമുക്ക് 4K 30 FPS വരെയുള്ള വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. ഈ ഒരു സാമ്പിൾ നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് ക്യാമറ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വേറെ ഫ്യൂച്ചറിൽ ഒരു വീഡിയോ ഇടാം. അതേപോലെ തന്നെ ഈ സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി GT മാസ്റ്റർ എഡിഷൻ്റെ അൺബോക്സിങ് ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 778G വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബാക്ക് ഡിസൈൻ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ X7 മാക്സുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് താഴത്തേക്കാണ് ഈ ഫോണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.